അച്ഛാ, ഇത് നമുക്ക് നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കാം. മാറങ്ങോട്ട്. സാറേ, ഞങ്ങളെ അകത്തേക്ക് കയറ്റി വിടും സാറേ. വന്ദനൊന്ന് കാണിക്കണം. ഞങ്ങൾ മീഡിയക്കാരാ. കടത്തിവിട് സാറേ. സാറേ, ഞങ്ങളെ കടത്തിവിട്. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ മീഡിയക്കാരാ. ഞങ്ങൾക്ക് കുറുപ്പ് സാറോട് സംസാരിക്കണം. സുലൈമാനെ, സർ, എന്തോടോ അവിടെ പ്രശ്നം? മീഡിയക്കാരാണ് സർ. ഓ, അവരെ തടഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ട, വിട്ടേക്ക്. സർ, ശരി സർ. സാറേ, കയറ്റി വിട് സാറേ. ഇതെന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ്. അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പോണം. ഓക്കെ സർ. വന്ദനെ, നിങ്ങളോട് എത്ര ലക്ഷം രൂപയാണ് കരുണാകര കുറുപ്പ് സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്? എന്നോട് കുറുപ്പ് സാറ് സ്ത്രീധനം ചോദിച്ചിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല. കുറുപ്പിന്റെ സ്ത്രീധന പീഡനത്തിൽ വന്ദനയ്ക്ക് ജീവിതം വഴിമുട്ടിയെന്നാണല്ലോ നിങ്ങളുടെ പരാതി. എന്തൊക്കെ ദേഹോപദ്രവങ്ങളാണ് കുറുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? കേരളം നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് മുൻ MLA-യും രാഷ്ട്രീയ ഭീഷ്മാചാര്യനുമായ കരുണാകര കുറുപ്പ് സ്ത്രീധനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. പരാതി പിൻവലിക്കാനായി കുറുപ്പ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതല്ലേ? സർ, പ്ലീസ്, എനിക്ക് ഇവരോട് ഒന്നും പറയാനില്ല. ഇവരെ ഒന്ന് പറഞ്ഞയക്കണം. സർ, ഞങ്ങൾ മീഡിയാസ് ആണ്. ഞങ്ങൾക്കിത് കവർ ചെയ്യണം. ചോദ്യം ചെയ്യലൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവർക്ക് മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിലേ നിങ്ങൾ പുറത്തു പോയിക്കോളൂ. കരുണാകര കുറുപ്പിന്റെ തനിനിറം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കും. പൊക്കോളൂ. പോണം. അപ്പൊ നീ യുവമാരെയൊക്കെ വിളിച്ചു വരുത്തി നിർത്തിയിട്ടാണ് എനിക്കിട്ട് പണി തന്നല്ലടി. ഇതിന്റെയൊക്കെ ഫലം നീയും നിന്റെ ഭർത്താവും അനുഭവിച്ചിരിക്കും. സർ, പ്ലീസ് ടെൻഷൻ അടിക്കാതെ. ഞാൻ പോയേക്കാടും. ഈ പരാതി പുറത്തു വന്ന അത് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. അങ്ങനെ സംഭവിച്ച പിന്നെ നീ എന്റെ മകനാണെന്നും ഞാൻ നോക്കില്ല. ഈ നാട്ടിൽ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല. അച്ഛാ, എന്റെ ചൂട് ദോശ എടുക്കട്ടെ, കഴിക്കാൻ. അല്ല, എന്താ അച്ഛാ, അച്ഛന്റെ തെറ്റിദ്ധാരണയൊന്നും മാറിയില്ല ഇതുവരെ. അച്ഛ, വന്ദന ഒരിക്കലും അച്ഛനെതിരെ ഒന്നും പ്രവർത്തിക്കില്ല. ആരാണ് നിന്റെ അച്ഛൻ? എന്റെ മകനെ ചത്തു. നീ മുടിയനായ പുത്രനാ, തന്തയ്ക്ക് മുമ്പുണ്ടായവൻ. ഒരുത്തി പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറുപ്പിനെ നാറ്റിക്കുന്നു. നാടൊട്ടുക്ക് നടന്ന് അടുത്തവൻ നടുറോഡിൽ മുട്ട ഓംലെറ്റ് അടിച്ച് കുറുപ്പിനെ തോൽപ്പിക്കാൻ നോക്കുന്നു. നിനക്ക് കരുണാകര കുറുപ്പെന്ന അച്ഛനെ അറിയൂ. കരുണാകര കുറുപ്പിലെ രാഷ്ട്രീയക്കാരനെ നീ തിരിച്ചറിഞ്ഞിട്ടില്ല. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്കുമേൽ ചാഞ്ഞാൽ കടയ്ക്ക് കത്തിവെക്കണം. അതാടാ പ്രമാണം. അടിച്ചു പൊളിക്കടവന്റെ തട്ടുകടയാൻ പറ്റും. അല്ല, അതെ, നിങ്ങൾ എന്തായി കാണിക്കണം? അയ്യോ, അത് കളയരുത്. ചേട്ടാ, ഇങ്ങനൊന്നും ചെയ്യല്ലേ. ചേട്ടാ, അടിക്കട്ടെ? അടിക്കണ്ടടാ, അച്ഛൻ ആസ്വദിച്ചോട്ടെ. മതി 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 മതി. അതെ, ഇത് ഞാനും
നീയുമായിട്ടുള്ള അവസാനത്തെ കൂടിക്കാഴ്ച ആവട്ടെ. ഇനി ജനിപ്പിച്ച തന്തയാണ്, പിതാവാണ്, പുത്രനാണ്, മാങ്ങാ തുലിയാണെന്നൊക്കെ പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നാൽ വന്ദനമ്മേ, വ്യാഴാഴ്ച സ്കൂളില് പാരന്റ്സും ചെല്ലണമെന്നാ മിസ് പറഞ്ഞത്. മോളെ, മിസ്സിനെ അമ്മ കണ്ടായിരുന്നു. മിസ് പറഞ്ഞു ആ സ്കൂളില് ആകെ 3 പേർക്കാണ് എക്സലന്റ് അവാർഡ് ഉള്ളതെന്ന്. അതിലൊരാള് മോളാണെന്ന്. അമ്മയ്ക്ക് സന്തോഷായി. അമ്മേ, വ്യാഴാഴ്ച ആ പരിപാടിക്ക് വരുമ്പോ ജഗനങ്ങളിനെയും കൂടി കൊണ്ടുവരണേ അമ്മേ. ദിയമോളുടെ അച്ഛനെ ആ സ്കൂളിൽ ആരും കണ്ടിട്ടില്ലെന്ന്. അവരോടെല്ലാം ദിയമോൾക്ക് ജഗനങ്കിളാണ് ദിയമോളുടെ അച്ഛനെന്ന് പറയണം. വന്ദനമ്മ എന്തിനാ കരയുന്നത്? വന്ദനമ്മ കരഞ്ഞ ദിയമോൾക്ക് സങ്കടാവും. ഇല്ല, വന്ദനമ്മ കരയുന്നൊന്നുമില്ല. മോള് മതിയായെങ്കിൽ എണീറ്റ് വായും കഴുകി ഹോംവർക്ക് ചെയ്യും. ജഗനങ്കിള് വരുമ്പോ വിളിക്കണേ. ജഗനങ്കിൾ ഇന്ന് ബുൾസയും തട്ടിൽ കുട്ടൻ ദോശയും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാ, അമ്പടി കള്ളി. ചുമ്മാതല്ല നീ വയറ് നിറച്ച ആഹാരം കഴിക്കാത്തത് അല്ലേ? കുറുമ്പി.